രാജസ്ഥാനിലെ സിക്കർ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥി CPM സംസ്ഥാന സെക്രട്ടറി അമ്രാ റാമാണ്. അമ്രാ റാമിൻ്റെ എതിരാളി കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ നിന്ന് വിജയിച്ച BJPയുടെ സുമേധാനന്ദ് സരസ്വതിയാണ്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ വളരെ സജീവമായി അമ്രാ റാമിൻ്റെ വിജയത്തിനായി പ്രവർത്തന രംഗത്തുണ്ട്. ഒരേ സ്വരത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: കോമ്രേഡ് ജയിച്ച് ഡൽഹിയിലേക്ക് പോയാൽ BJPയിലേക്ക് കൂറുമാറുമെന്ന ആശങ്ക ഞങ്ങൾക്കില്ല. എന്നാൽ ഞങ്ങളുടെ പല നേതാക്കളുടെയും കാര്യത്തിൽ ഈ ഒരു ഉറപ്പ് ഇല്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. CPMൻ്റെ സിക്കറിലെ നേതാക്കളും പ്രവർത്തകരും ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പും അതുതന്നെയാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ഡൽഹിയിൽ കരുത്തോടെ എതിരിടാൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ അമ്രാ റാമിനെ ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായി വിജയിപ്പിക്കുക. ഇതാണ് ഇവിടെ ഇന്ത്യ കൂട്ടായ്മയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഹസിയ സിത്തൗഡ ഓർ സിത്താര ഹമാര ചുനാവ് ചിൻ. രാജസ്ഥാനിലെ സിക്കർ ലോക്സഭാ മണ്ഡലത്തിലാകെ പ്രചാരണ വാഹനങ്ങളിലൂടെ ഉയർന്നു കേൾക്കുന്ന അറിയിപ്പാണിത്. ഒപ്പം ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥി അമ്രാ റാമിന് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയും. 10 വർഷമായി BJPയുടെ കോട്ടയാണ് സിക്കർ. ഹരിയാന സ്വദേശിയായ സുമേധാനന്ദ് MP എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണെന്ന് സിക്കറിലെ BJP നേതാക്കൾ പോലും അംഗീകരിക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടറിയും കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് അമ്രാ റാം. സിക്കറിലെ ധോഡ്, ദാത്താറാംഗഡ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി 4 വട്ടം MLA ആയിട്ടുണ്ട്. 2006 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിക്കറിൽ 1.62 ലക്ഷം വോട്ട് നേടിയിരുന്നു. കർഷക നേതാവായ അമ്രാ റാം ലോക്സഭാ മണ്ഡലത്തിലാകെ സുപരിചിതനാണ്. വസുന്ധര രാജയുടെ ഭരണകാലത്ത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യവുമായി അമ്രാ റാം നേതൃത്വം നൽകിയ ഐതിഹാസിക സമരം സംസ്ഥാനത്തെ ആകെ ഇളക്കിമറിച്ചിരുന്നു. 2 ആഴ്ച നീണ്ട സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരത്തിന് മുന്നിൽ BJP സർക്കാരിന് മുട്ടുമടക്കേണ്ടതായി വന്നു. കാർഷിക നിയമങ്ങൾക്കെതിരായ സമരം രാജസ്ഥാനിൽ നയിച്ചതും അമ്രാ റാം തന്നെ. നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിക്കറിലെ 8 മണ്ഡലങ്ങളിൽ 5 കോൺഗ്രസ് ആണ് ജയിച്ചത്. CPIM ധോഡിൽ 2ാമതും ദാത്താരാംഗഡിൽ 3ാമതുമെത്തി. ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികൾക്കെല്ലാമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ 1.38 ലക്ഷം വോട്ട് സിക്കറിൽ കൂടുതലായി ലഭിച്ചിരുന്നു. ഇതേ വോട്ട് നില നിലനിർത്താനായാൽ സിക്കറിൽ അട്ടിമറി സംഭവിക്കും. നീംക താണയിലെ ഹേംരാജ്പുരയിൽ ജനങ്ങളോട് വോട്ട് തേടുകയാണ് ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥി അമ്രാ റാം. സ്ഥല MLA സുരേഷ് മോദിയും ഒപ്പമുണ്ട്. കുടിവെള്ള ക്ഷാമമാണ് ഇവിടെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം. MP തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിന് പരിഹാരം കാണുമെന്ന ഉറപ്പ് അമ്രാ റാം നൽകുന്നു. ഒപ്പം ലോക്സഭയിലെത്തിയാൽ കർഷകരുടെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തുമെന്നും അമ്രാ റാം പറയുന്നു. BJPയെ തോൽപ്പിക്കാൻ ഇവിടെ ഇന്ത്യ കൂട്ടായ്മ ഒറ്റക്കെട്ടാണെന്ന ഉറപ്പാണ് സുരേഷ് മോദി നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ സിക്കർ ഇക്കുറി തെരഞ്ഞെടുക്കുക ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥി അമ്രാ റാമിനെ ആയിരിക്കും. നീംക താനയിൽ നിന്നും ദേശാഭിമാനിക്ക് വേണ്ടി ചീഫ് ഫോട്ടോഗ്രാഫർ PV സുജിത്തിനൊപ്പം M പ്രശാന്ത്.